ഹലോ ഫ്രണ്ട്സ്, രജനി ലോകേഷ് കോംബോയിൽ വന്ന മോസ്റ്റ് അവൈറ്റഡ് സിനിമയായിരുന്നു കൂലി. കഴിഞ്ഞ ദിവസം തിയേറ്ററിലേക്ക് എത്തിയ സിനിമയ്ക്ക് ആവറേജും അതിന് താഴെയുമുള്ള അഭിപ്രായമാണ് കൂടുതലായി ലഭിച്ചിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഒരു ശരാശരി അനുഭവമാണ് സിനിമ സമ്മാനിച്ചത്. സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലോ എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. 400 കോടിയോളം മുതൽ മുടക്കിൽ വന്ന സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ നമുക്ക് നോക്കാം. തമിഴിലെ ഏറ്റവും ഹയസ്റ്റ് വേൾഡ് വൈഡ് ഫസ്റ്റ് ഡേ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് തലൈവരുടെ കൂലി മാറിയിട്ടുണ്ട്. 151 കോടിയിലധികം രൂപയാണ് കൂലിയുടെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ടോട്ടൽ കളക്ഷൻ. 148 കോടി രൂപയോളം നേടിയ ദളപതി ലോകേഷ് കോംബോയുടെ ലിയോ എന്ന സിനിമയെ തകർത്തുകൊണ്ടാണ് രജനി ലോകേഷ് കോംബോയുടെ കൂലി തമിഴിൽ റെക്കോർഡിട്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് കൂലി ഫസ്റ്റ് ഡേ 9 കോടി 75 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതോടെ കേരള ബോക്സ് ഓഫീസിൽ എമ്പുരാൻ, ലിയോ എന്നീ സിനിമകൾക്ക് ശേഷം മൂന്നാം സ്ഥാനം കൂലിക്ക് ലഭിച്ചിട്ടുണ്ട്. എമ്പുരാൻ 14 കോടിയും ലിയോ 12 കോടിയുമായിരുന്നു കേരളത്തിൽ നിന്ന് ഫസ്റ്റ് ഡേ സ്വന്തമാക്കിയത്. തമിഴ്നാട്ടിൽ നിന്ന് 29 കോടി രൂപയാണ് ചിത്രം നേടിയിട്ടുള്ളത്. തമിഴ്നാട് കളക്ഷനിൽ ദളപതിയുടെ ബീസ്റ്റ്, ലിയോ എന്നീ സിനിമകൾക്ക് ശേഷമാണ് കൂലി മൂന്നാം സ്ഥാനത്തുള്ളത്. കർണാടകയിൽ നിന്ന് 14 കോടിയും തെലുങ്കിൽ നിന്ന് 17 കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 7 കോടി 25 ലക്ഷം രൂപയും സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് മൊത്തത്തിൽ 76 കോടി 75 ലക്ഷം രൂപയും ഓവർസീസിൽ നിന്ന് 75 കോടിയും ചിത്രം സ്വന്തമാക്കി. കൂലിയുടെ ഫസ്റ്റ് ഡേ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 151 കോടി 75 ലക്ഷം രൂപയാണ്. സിനിമയ്ക്ക് ഹിറ്റ് സ്റ്റാറ്റസ് കിട്ടണമെങ്കിൽ 600 കോടി കളക്ഷൻ വേൾഡ് വൈഡായിട്ട് നേടണം. രണ്ടാം ദിവസമായി ഇന്നും സിനിമയ്ക്ക് നല്ല ബുക്കിംഗ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചത്. അപ്പോൾ ചിത്രം ഹിറ്റാകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.